Hi everyone, welcome to AZB Academy. AZB Academy പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ കഴിഞ്ഞ FCA ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കമന്റ് ആണ് ഈ പറയുന്ന FCA ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അതിന്റെ ഏജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന FCA ബന്ധപ്പെട്ട അതിന്റെ ഏതൊക്കെ മറ്റ് പ്രധാനപ്പെട്ട പോസ്റ്റുകളുണ്ട്, അതിന്റെ ഗ്രേഡ് 3യുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, അതേപോലെ അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത, അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത, അതേപോലെ തന്നെ അപേക്ഷിക്കുള്ള ഒരു പറയുന്ന പ്രായപരിധി എന്നിവയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഈ പറയുന്ന രീതിയിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന FCA ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നതിനോട്ടുള്ള ഈ പറയുന്ന വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം ഈ പറയുന്ന രീതിയിൽ കുറച്ച് കഴിഞ്ഞ വർഷങ്ങൾ 2025 കൂടി തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 2025 വന്നിട്ടില്ല. 2026 കൂടി തന്നെ ഓക്കെ, അത് ഈ പറയുന്ന രീതിയിൽ ഇനി വരുന്ന മാസങ്ങളിലായിരിക്കും. അതായത് ഈ പറയുന്ന രീതിയിൽ ഓഗസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷമായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് FCA ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഏകദേശം 24,000-ലധികം ഈ പറയുന്ന രീതിയിൽ വേക്കൻസികളൊക്കെ പറയുന്നുണ്ട്. കാരണം FCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഇന്ത്യയിൽ ഉടനീളം ഈ പറയുന്ന രീതിയിൽ സ്ഥാപനങ്ങളുള്ള ഒരു ഫ്രാഞ്ചൈസ് ഉള്ള സ്ഥാപനമാണ് ഈ പറയുന്ന FCA എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുന്ന ഒരുപാട് FCIയുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനോടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും പൊതുവെ FCIയുടെ ഗോഡൌൺസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണപ്പെടാറുള്ളത് അല്ലെ. ഈ പറയുന്ന ഒരുപാട് മൂവ്മെന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ FCA എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ്. പിന്നെ അടുത്ത കാലങ്ങളായിട്ട് അതിനകത്ത് വലിയൊരു പുതിയൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ അത് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ ഈ പറയുന്ന വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ FCA ഗ്രേഡ് 3 റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്തിന്റെ കീഴിലേക്കാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന FCIയുടെ കീഴിലേക്കാണ്. അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറയുന്നത് ഇപ്പോൾ ജനറൽ കാണും, അക്കൗണ്ട്സ്, ടെക്നിക്കൽ, ഡിപ്പോർട്ട് എന്ന് പറയുന്ന ഇഷ്ടം പോലെ മേഖലകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതുവരെ അതിന്റെ അഡ്വർടൈസ്മെന്റ് മറ്റേ കാര്യങ്ങളൊന്നും തന്നെ FCIയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. വേക്കൻസീസ് എന്ന് പറയുന്നത് ഏകദേശം 27,345 വരുന്ന വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഏകദേശം ഒരു വേക്കൻസി 2024-2025 കാലഘട്ടങ്ങളിൽ ഈ FCA ഇറക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു ചാർട്ടിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഏകദേശം 10,24,000 വരുന്ന വേക്കൻസിയെ പറ്റിയൊക്കെ പ്രധാനമായിട്ട് പറയുന്നുണ്ടായിരുന്നു അല്ലെ. പറയുന്ന ആളുകൾ റിട്ടയർ ചെയ്യുമല്ലോ, അപ്പൊ അത് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ രീതിയിൽ വരുന്ന വേക്കൻസീസെ പറ്റി ബന്ധപ്പെട്ട് പറയാറുണ്ടായിരുന്നു. പിന്നെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്, അതൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന SSCയുടെ പരീക്ഷകളോടൊക്കെ വളരെയധികം സാമ്യം പുലർത്തുന്ന രീതിയിലുള്ള അല്ലെ, ഇപ്പോൾ ബാങ്ക് എക്സാംസിനൊക്കെ ഒരുപാട് സാമ്യം പുലർത്തുന്ന രീതിയിലുള്ള ഒരു പരീക്ഷയും കൂടിയാണ് ഇതിന്റെ എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു സാലറി സ്കെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന സാലറീസ് കൂടാതെ തന്നെ അതിപ്പോൾ ഇൻസെന്റീവ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ അവരൊരു വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അവർ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ 27,345 വേക്കൻസീസ് വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് എന്ത് പറ്റും കാണാൻ വേണ്ടി പറ്റും. ഓരോ സോൺസ്, വെസ്റ്റ് സോൺസ്, നോർത്ത് ഈസ്റ്റ് സോൺസ്, സൗത്ത് സോൺ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സോണുകളിലായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വേക്കൻസീസ് കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ പറയുന്ന ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഭാഗത്തിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിലെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ, ഈ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ജൂനിയർ എഞ്ചിനീയർ എന്ന് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലോ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഒരു ഡിപ്ലോമ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണോ എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി അടുത്തയാണ് സ്റ്റെനോ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. സ്റ്റെനോ ഗ്രേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് വിത്ത് ഓൾ zero level qualification of DOACC and speed of 40 WPM and 80 words per minute is typing and shorthand respectively, or degree in computer science or computer application with the speed of 40 words per minute or 80 words per minute in typing or shorthand respectively എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് അവിടെ സ്റ്റെനോ ഗ്രേഡ് 2 ക്വാളിഫിക്കേഷൻ പറയുന്നത്. അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഹിന്ദി ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിന്ദി മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കണം, ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇംഗ്ലീഷിലൊക്കെ പ്രൊഫഷൻസി ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ പറയുന്ന തസ്തികയിലേക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഹിന്ദിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. പിന്നെ മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്ക് അപേക്ഷിക്കുന്ന സമയങ്ങളിൽ ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ നടത്താൻ വേണ്ടിയിട്ട് അറിയണം. ഓക്കെ, അടുത്തത് ഈ പറയുന്ന ടൈപ്പിസ്റ്റ് ഹിന്ദി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഹിന്ദി ടൈപ്പ് ചെയ്യാനൊക്കെ അത്യാവശ്യം അറിയാവുന്നവരായിരിക്കണം. 30 വേർഡ്സ് പെർ മിനിറ്റിലേക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യാൻ വേണ്ടി അറിയുന്നവരെ ഈ ടൈപ്പിസ്റ്റ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറലും ഉണ്ട്, അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഡിപ്പോർട്ടും ഉണ്ട്. ഈ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഇത് ഒരുപാട് വേക്കൻസി സ്ഥലമാണ് ഈ ജനറലും ഡിപ്പോർട്ടും എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ
ഏതെങ്കിലും സബ്ജക്റ്റിൽ പൊതുവെ ആളുകൾ എല്ലാവരും തന്നെ അപേക്ഷിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ജനറൽ ഡിപ്പോർട്ട് രണ്ടെണ്ണത്തിനകത്താണ്. കാരണം ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന ജനറൽ ഡിപ്പോർട്ടിനകത്തും പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ആകും, അത് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ജനറൽ റിപ്പോർട്ടിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 പറയുന്ന ഈ പറയുന്ന അക്കൗണ്ട് സെക്ഷൻ, കൊമേഴ്സ് ഒക്കെ പഠിച്ചിറങ്ങിയ ശേഷം ഈ പറഞ്ഞ രീതിയിൽ ജോലി അന്വേഷിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ FCIയിലൊക്കെ ജോലി കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വെറുതെ അല്ലത് അത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാവുന്നതാണ്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് ടെക്നിക്കൽ ഉണ്ട്, അതായത് ഈ പറഞ്ഞ രീതിയിൽ അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ഫുഡ് സയൻസിലൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക്, അതേപോലെ തന്നെ BTech ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ ഫുഡ് സയൻസ്, ടെക്നോളജി, ബയോടെക്നോളജി, ഫുഡ് സയൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇസ് ഓൾസോ അവൈലബിൾ. അതായത് ഈ പറഞ്ഞ 2 തസ്തികയുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഡിഗ്രി ഈ പറയുന്ന ഫുഡ് സയൻസിലോ ബയോടെക്നോളജിയിലോ ബോട്ടണിയിലോ സുവോളജിയിലോ മൈക്രോബയോളജിയിലോ പഠിച്ചവരോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ BTech ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗോ ഈ ബയോടെക്നോളജിയിലോ ഫുഡ് സയൻസിലോ അതേപോലെ തന്നെ ഉള്ള അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ സ്കില്ലൊക്കെ ഈ പറയുന്ന മേഖലയിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റന്റ് ഗ്രേഡ് ടെക്നിക്കലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. പിന്നെ അതിന്റെ ഈ പറയുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ജൂനിയർ എഞ്ചിനീയർ സിവിൽ നോക്കുകയാണെങ്കിൽ 28 വയസ്സ്, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ 28 വയസ്സ്, സ്റ്റെനോ ഗ്രേഡ് 25 വയസ്സ്, അസിസ്റ്റന്റ് ഗ്രേഡ് ജനറൽ, അതായത് എല്ലാവർക്കും ഡിഗ്രിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ജനറലിന് 27 വയസ്സ് വരെയാണ് പറയുന്നത്. അക്കൗണ്ട്സിന് 27 വയസ്സാണ് പറയുന്നത്, ടെക്നിക്കൽ 27 വയസ്സാണ്, ഡിപ്പോർട്ടിന് 27 വയസ്സാണ്, അസിസ്റ്റന്റ് ഗ്രേഡ് 3ക്ക് 28 വയസ്സാണ് എന്ത് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന FCI എംപ്ലോയി ആണെങ്കിൽ പൊതുവെ ഈ പറയുന്ന രീതിയിൽ, അതായത് നിങ്ങൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൊക്കെ ഒരു എംപ്ലോയി ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെ ചെറിയ ഈ പറയുന്ന രീതിയിൽ വർക്കറായിട്ടോ മറ്റോ ഒക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ബാധകമല്ല കേട്ടോ. അല്ലാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എന്താണ് PWBD കാറ്റഗറി പെടുന്ന ആളുകളാണെങ്കിൽ 37 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ OBC കാറ്റഗറി പെടുന്ന ആളുകളാണെങ്കിൽ ഓക്കെ, എക്സെപ്റ്റ് സോഷ്യലി ആൻഡ് എക്കണോമിക്കൽ അഡ്വാൻസ് ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്ക് പറ്റത്തില്ല. അതിൽ അല്ലാതെ OBC ആളുകൾക്ക് 30 വയസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി പറ്റും. SC/ST ആണെങ്കിൽ 32 വയസ്സ് വരെ ഉണ്ട് കേട്ടോ. SC/ST ആണ് 32 വയസ്സ് വരെ. പിന്നെ ഈ SC/ST തന്നെ ഈ പറയുന്ന PWBD കാറ്റഗറി പെടുന്നവർക്കാണെങ്കിൽ 42, OBC പെടുന്നവർ 40 വയസ്സ് എന്തെങ്കിലും ഏജ് റിലാക്സേഷൻ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു പോസ്റ്റും കൂടിയാണ്. പിന്നെ അത്യാവശ്യം നല്ലപോലെ പണിയെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടും. കാരണം ഈ പറഞ്ഞ രീതിയിൽ ബാങ്കിന് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ഒരു പരീക്ഷ കയ്യിലിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന ഇനി വരുന്ന മാസങ്ങളിനപ്പുറമൊക്കെ ആയിരിക്കും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പഠനം എഴുതാനും തുടങ്ങണം. ഈ പറയുന്ന CGL-നോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്ക് എക്സാംസിനോ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പെട്ടെന്ന് ഈ പറയുന്ന രീതിയിൽ പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന FCI ഈ പറയുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയുന്ന നമ്മുടെ AZB അക്കാഡമിയുടെ FCIയുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ജോയിൻ ആവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എങ്ങനെയാണ് കോഴ്സ്, എന്തൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതേപോലെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, താഴെ കാണാൻ നമ്മളെ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ പൊതുവെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. പിന്നെ ഡിഗ്രിക്ക് ബാങ്കിനൊക്കെ വേണ്ടി പഠിക്കുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ ഓക്കെ, നിങ്ങൾ ആ ഒരു സ്ട്രക്ചർ അതേ രീതി ബാങ്കിന് SSCക്ക് വേണ്ടി പഠിക്കുന്ന ആ സ്ട്രക്ചർ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് ഇച്ചിരി എഫോർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന രീതിയിൽ ഫേക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. കാരണം ഈ പറയുന്ന FCIയിലേക്കുള്ള പരീക്ഷയൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇപ്പോഴും അപേക്ഷിച്ചോ എന്നൊക്കെ ചോദിച്ചു ഈ പറയുന്ന രീതിയിൽ വീഡിയോസ് ഒക്കെ വരും. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ എന്താണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ മുന്നിലേക്ക് എത്തും. പക്ഷേ ഇതുവരെ ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് പോയി നിങ്ങൾ ചെന്ന് ചാടരുത്. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു 500-600 അടുപ്പിച്ചും രൂപയാണ് അതിന് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു സൈറ്റ് അവർ FCIയുടെ സൈറ്റ് അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പോർട്ടൽ അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനകത്ത് ചെന്ന് ചാടി പറയുന്ന രീതിയിൽ പൈസ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഡീറ്റെയിൽസും മറ്റു അപ്ഡേറ്റ്സുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അറിയുന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി പറയുന്ന രീതിയിൽ
ആപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് കയറി എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷകളൊക്കെ സമർപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പറയുന്ന SSCO മറ്റൊന്നും അല്ലെങ്കിൽ പരീക്ഷ നടത്തുന്നത് ഇപ്പോൾ FCA തന്നെയായിരിക്കും ഈ പറഞ്ഞ ഓൺലൈനായിട്ട് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ബാങ്കിനും SSCക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത്. പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ കുറച്ച് നാളത്തെ പ്രിപ്പറേഷനോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ പറയുന്ന എങ്ങനെയാണ് ഈ പറയുന്ന അതിന്റെ ക്ലാസ്സുകൾ മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ബന്ധപ്പെട്ട എല്ലാ കാര്യവും എന്ത് ചെയ്യും പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പറയുന്നത് നല്ല രീതിയിൽ പഠനമൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ കൊണ്ടുപോവുക. പിന്നെ ഈ പറയുന്ന SSCയുടെ ഒക്കെ ഈ പറയുന്ന CGL-ലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.